31 മുതൽ 60 വരെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 കിട്ടി. സംഖ്യ ഏതാണ്? ഉത്തരം 31ൻ്റെ ഉത്തരം സി. 31ൻ്റെ ഉത്തരം സി ആണ്. 16.19. ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഉത്തരമാണേ. ഓക്കെ, അടുത്ത 32ാമത്തെ ചോദ്യമാണ്. 32ാമത്തെ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവും 14 സെൻറ്റിമീറ്റർ ചുറ്റളവുമുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാൻ സാധ്യതയുള്ളത്. ഉത്തരം 32ൻ്റെ ഉത്തരം ഏതാണ്? നീളം 4 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററുമാണ് വേണ്ടത്. അപ്പോൾ ഉത്തരം എ ആണ്. ഉത്തരം എ, 32 എ. അടുത്ത 33ാമത്തെ ചോദ്യം, ജാമിതീയ പഠനത്തിനായി വാൻ ഹേലി നിർദ്ദേശിച്ച 5 ഘട്ടങ്ങളിൽ പെടാത്തത്. സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ, ദൃശ്യവൽക്കരണം, വേർതിരിക്കൽ, ചിന്തയുടെ കാഠിന്യം. സൂത്രവാക്യങ്ങൾ വാൻലിയുടെ ഘട്ടങ്ങളിൽ പെടുന്നതല്ല. അപ്പം 33ൻ്റെ ഉത്തരം എ. ഓക്കെ, അടുത്തത് 34. തുടർച്ചയായ 7 സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ. ഉത്തരം 34ൻ്റെ ഉത്തരം സി, 30. സി ആണ് ഉത്തരം. 35 ഫിബൊനാച്ചി ശ്രേണി എന്നറിയപ്പെടുന്നത്. ഓക്കെ, 35 ഫിബൊനാച്ചി ശ്രേണി എന്നറിയപ്പെടുന്നത് സി ആണ്. അല്ല, ബി ആണ്. 1, 1, 2, 3, 5, 8 എന്നറിയപ്പെടുന്നതാണ് ഫിബൊനാച്ചി ശ്രേണി. ഓക്കെ, 36 ആണ്. 36 റോമൻ സംഖ്യയിൽ 0 രൂപീകരിക്കുന്ന സംഖ്യ ഏതാണ്? 0 ചിത്രീകരിക്കുന്ന സംഖ്യ ഏതാണ്? റോമനിൽ 0 ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉത്തരം ഡി വരും. ഡി ആയിരിക്കും ഉത്തരം. അടുത്തത് 37. താഴെ പറയുന്ന കേരളീയ ഗണിതശാസ്ത്രജ്ഞൻ. എനിക്കൊരു കേരളീയ ഗണിതശാസ്ത്രൻ്റെ പേര് അറിയുള്ളത് നീലകണ്ഠ സോമയാജിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് ആപ്പാടെ അറിയാവുന്ന പേര് ഇദ്ദേഹമാണ്. ഉത്തരം സി ആണ്. അടുത്ത 38ാമത്തെ ചോദ്യമാണ്. 38. മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ നിഗമനങ്ങളിലേക്ക്. ഇത് നമ്മൾ പറയുന്നതാണ്. മാത്സ് പഠിക്കുമ്പോൾ ഇത് ചോദിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററിക്ക് പെഡഗോജിക്കകത്ത് ഇത് വരും. 38 ഉത്തരം ഏതാണ്? ആഗമനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അതായത് 39. ഒരു മില്ലിന് തുല്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഒരു മില്ലിന് തുല്യമല്ലാത്തത് ഏത്? 39ൻ്റെ ഉത്തരം 100 കോടിയാണ്. 100 കോടി. അപ്പോൾ 39ൻ്റെ ഉത്തരം ഡി ആണ്. അത് 40ാമത്തെ ചോദ്യം. 40. വശങ്ങളുടെ നീളം 1.5 മീറ്ററായ സംയോജനത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 40ൻ്റെ ഉത്തരം എ. അടുത്ത 41ാമത്തെ ചോദ്യമാണ്. 28, 46, 7 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 41ാമത്തെ ചോദ്യമാണ്. ഉത്തരം ബി, 67 ആണ് ശിഷ്ടം. 42. പ്രൈമറി ക്ലാസുകളിലെ ഗണിത പഠനത്തിലെ വിലയിരുത്തൽ മേഖലയിൽ ഉൾപ്പെടുന്നത്. സാമാന്യവൽക്കരണം, ദന്തങ്ങളുടെ ഉപയോഗം, സംഖ്യാബോധം, മുകളിൽ പറഞ്ഞവയെല്ലാം വരും. അപ്പോൾ ഉത്തരം ഡി. 42ൻ്റെ ഉത്തരം ഡി. 43. വരകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിൻ്റെ പകുതിയാണ് എങ്കിൽ ആ കോണളവുകൾ എത്ര വീതമാണ്? ഉത്തരം 43ാമത്തെ ഉത്തരം എ ആണ്. 60ഉം 120ഉം വരും. 44ാമത്തെ ചോദ്യമാണ്. 44ാമത്തെ ചോദ്യം, 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാക്രമം ഓരോ 30 മിനിറ്റുകളിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു. കൃത്യം 8 മണിക്ക് ഇവ പരസ്പരം ഒരുമിച്ച് പ്രകാശിച്ചുവെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന അടുത്ത സമയം ഏതാണ്? നമുക്ക്
LCM കണ്ടുപിടിക്കാനാണ്. LCM കണ്ടുപിടിക്കുമ്പോൾ 2 മണിക്കൂർ കിട്ടും. അതായത് 120 മിനിറ്റ് കിട്ടും. അതായത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറെന്ന് പറയുമ്പോൾ എത്രയാണ്? അപ്പോൾ 8ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 10 കിട്ടും ഇല്ലേ? ഉത്തരം എ. 45ാമത്തെ ചോദ്യം, ഒരു ബോർഡ് മാസ് കണ്ടുപിടിക്കാനാണ് നേടാം. ഇതിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 32ആണ്. ഇതിനകത്ത് 32 എന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കാണത്തില്ലായിരിക്കണം. ഓക്കെ, എന്തായാലും പ്രൊഫഷണൽ അവർ ഒരു ഉത്തരം തരും. അല്ല, ഇപ്പോൾ അവന്മാർ ഒരു ഉത്തരം തരും, പിന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം വരുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ അത് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. 46, അച്ഛൻ്റെ വയസ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 46ാമത്തെ ഉത്തരം ഡി ആണ്. 14 ഡി. അതായത് 47, ചുവടെ കൊടുത്തിട്ടില്ല ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് അനുയോജ്യമായ രീതി ഏത്? ഇത് സി ആണ് എടാ ഉത്തരം. സി. 47 സി. ചിലവരൊക്കെ വന്നിട്ട് ആഗമന രീതി എന്നാണ് ഒരുപാട് പേര് എഴുതി വെച്ചിരിക്കുന്നത്. ആഗമന രീതി വരാനുള്ള സാധ്യതയില്ല. സി ആണ് വരാൻ കൂടുതൽ സാധ്യത. പിന്നെ ഉത്തരം വരുമ്പോൾ നമുക്ക് നോക്കാം. കുറേ പേര് ആഗമന രീതി പറയുന്നുണ്ട് കേട്ടോ. ആഗമന രീതി വരാനുള്ള സാധ്യതയില്ല. സി എ വരാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്ത 48ാമത്തെ ചോദ്യം ആടാ. 48, 9 രാജ്യങ്ങളിൽ പങ്കെടുത്ത ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ? അതായത് ഏതാണ്? നമ്മുടെ ഹസ്തദാനത്തിൻ്റെ ഇക്വേഷൻ ഇട്ട് വേണം 48ാമത്തെ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ബി കിട്ടും. 36. ഉത്തരം ബി കിട്ടും. ഓക്കെ, അടുത്ത 49ാമത്തെ ചോദ്യം, ബാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? ഉത്തരം എ ആണ്. വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ, ക്ലാസ് മുറി, ചുമരുകൾ, വാതിലുകൾ, ജനലുകൾ, ചുറ്റുപാടുകൾ, കോണിപ്പടികൾ ഇവയെല്ലാം ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അടുത്തത് 50ാമത്തെ ചോദ്യമാണ്. 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്രയാകും എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം സി ആവാനാണ് സാധ്യത. സി ആണ്. 50 സി ആണ്. അടുത്ത 51, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഗണിത പഠനത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. 51 അപ്പോൾ തെറ്റായത് ഏതാ? പഠനോപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പഠന വിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഉത്തരം ഡി. ഓക്കെ, അടുത്തത് 52ാമത്തെ ചോദ്യമാണ് കേട്ടോ. 52ാമത്തെ ചോദ്യം, 24 കിലോഗ്രാം പഞ്ചസാര 7 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം പഞ്ചസാര കിട്ടും? ഓക്കെ, 52 എളുപ്പമല്ലേ? 52 എ ആണ്. 52. അടുത്ത 53ാമത്തെ ചോദ്യം. 53 ഏകദേശം ഒരു ബോർഡ് മാസ് എന്ന് പറയാം. അതായത് ഇത് ചെയ്തിട്ട് ഇതിന് ഈക്വലായിട്ട് അവിടെ ഒന്ന് ചെയ്യണം. ഇത് ഇത്തരത്തിലുള്ള മാത്സ് ചെയ്യുമ്പോൾ ടൈം ഒന്ന് നോക്കിക്കോണേടാ. എന്തായാലും 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. 1/3 കിട്ടും. ബി ആണ്. കാരണം ഇത്തരത്തിലുള്ള മാത്സിൽ ടൈം എടുക്കുന്നതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. 53, 54 ഇനി ശ്രദ്ധിക്കാനൊന്നും കേട്ടിട്ട് കഴിഞ്ഞു എങ്കിലും. ഓക്കെ, 54. ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ടാകും? ആദ്യം 1 വന്ന്, പിന്നെ 4 വന്ന്, പിന്നെ 9 വന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ അടുത്തതിനകത്ത് 25 വരണം. എ ആയിരിക്കും ഉത്തരം. 54 എ. ഓക്കെ, 55ാമത്തെ ചോദ്യം, ജനുവരി 5 ശനിയാഴ്ച ആയാൽ ആ മാസം എത്ര തിങ്കളാഴ്ച ഉണ്ടായിരിക്കും? എത്ര തിങ്കളാഴ്ച ഉണ്ടായിരിക്കും? 4 തിങ്കളാഴ്ച ഉണ്ടായിരിക്കും. ബി. ഉത്തരം ബി ആണ്. 55ൻ്റെ ഉത്തരം ബി. ഇനി 56ാമത്തെ ചോദ്യം. 56, നിദാന ശോധകം പ്രധാനമായും ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതൊക്കെ അവിടെ എക്സാം സൈക്കോളജിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ നിദാന ശോധകമൊക്കെ പഠിച്ചതാണ്. ഏതാണ്? പ്രശ്നങ്ങൾ, അതായത് പോരായ്മകൾ കണ്ടെത്താൻ, പഠനത്തിലെ പ്രയാസങ്ങൾ കണ്ടെത്താൻ. ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പം പിന്നെ 57, തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്? തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഡി ആണ്. ശരിയല്ലാത്തത് ഡി ആണ്. ഓക്കെ, അടുത്തത് 58, അധ്യാപക സഹായിയുടെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ്?
അല്ലാതെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതാണ്, പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിനാണ്, വിലയിരുത്തൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ്. എന്നാൽ കുട്ടികളുടെ ഗ്രഹപാഠങ്ങൾ നൽകുന്നതിനല്ല. ഓക്കെ, അപ്പം ഉത്തരം സി. ഉത്തരം സി ആണ്. ഉത്തരം സി ആണ്. ഉത്തരം സി. ഓക്കെ, 59. 20ൻ്റെ 40% 50% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? സംഖ്യയുടെ 50%. ഓക്കെ, അപ്പോൾ 59ാമത്തെ ഉത്തരം ബി ആണ്. 46 ബി ആണ്. അടുത്ത 60. ചൂടെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയല്ലാത്തത്. 60. 7 കിലോമീറ്റർ എന്ന് പറയുന്നത് 70,000 മില്ലിമീറ്റർ എന്നുള്ളത് തെറ്റാണ്. ഉത്തരം ഡി ആണ്. ഓക്കെ, ഒരുപാട് പ്രയാസമൊന്നുമില്ലായിരുന്നു, എങ്കിലും 1-2 കറക്കുന്ന ചോദ്യങ്ങൾ തോന്നി. എനിക്ക് 1-2 കറക്കുന്ന ചോദ്യങ്ങൾ തോന്നി. ശ്രേണിക്കകത്തൊക്കെ 1-2 ചോദ്യങ്ങൾ എനിക്ക് കറക്കുന്ന തോന്നി. പക്ഷേ ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ശരാശരി അല്ലെങ്കിൽ ശരാശരിയിൽ താഴെയാണ്. അപ്പം കുഴപ്പമില്ല, നമുക്കൊരു 20 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. മാന്യമായിട്ട് നോക്കിയ ആൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇല്ലാത്തുള്ളവർക്ക് 18 മാർക്ക് എന്തായാലും കിട്ടും. 18 പഠിച്ചിട്ട് പോയ ഒരാൾക്ക് 18 മാർക്ക് കിട്ടാനുള്ള സാധനമുണ്ട്. ഓക്കെ.